നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അണ്ടർ അച്ചീവർ എന്ന പാർട്ടിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ക്രിയേറ്റീവ് ചൈൽഡ് ഓർ ദ ക്രിയേറ്റീവ് ലേണർ. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു കാണും എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന്. എന്താണ് ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ ആക്ട് ഓഫ് ടേണിംഗ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയ ഇൻ ടു റിയാലിറ്റി. പുതിയതായ അല്ലെങ്കിൽ സാങ്കല്പികമായ ആശയങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചതാണ്. ക്രിയേറ്റിവിറ്റി ഈസ് ദ ആക്ട് ഓഫ് ടേണിംഗ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. അങ്ങനെയെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിയേറ്റിവിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എബിലിറ്റി ടു പെർസീവ് ദ വേൾഡ് ഇൻ എ ന്യൂ വേസ്, ടു ഫൈൻഡ് ഹിഡൻ പാറ്റേൺസ്, ടു മേക്ക് കണക്ഷൻ ബിറ്റ്വീൻ സീമിംഗ്ലി അൺറിലേറ്റഡ് ഫിനോമിനൻ ആൻഡ് ടു ജനറേറ്റ് സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ക്രിയേറ്റിവിറ്റിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റി ഇന്നേറ്റ് ആണോ അതോ ലേൺഡ് ക്വാളിറ്റി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. ക്രിയേറ്റിവിറ്റി ഈസ് ജനറ്റിക് ബട്ട് ഇറ്റ് ക്യാൻ ആൾസോ ബി ലേൺഡ്. പക്ഷേ നമുക്ക് എന്തും കൂടെ പറയാം, ഇത് പഠിച്ചെടുക്കാൻ കഴിയുന്നതും കൂടെയാണ്. ഫൈൻഡ് ടിപ്സ് ഓൺ ഹൗ ടു റേസ് യുവർ ചൈൽഡ് ഓർ യുവർ സ്റ്റുഡൻറ്റ് ടു ബി ക്രിയേറ്റീവ് ആൻഡ് ഗ്രോ അപ്പ് ടു ബി എ ഫ്യൂച്ചർ ഇന്നോവേറ്റേഴ്സ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ക്രിയേറ്റീവായിട്ട് ഫ്യൂച്ചർ ഇന്നോവേറ്റേഴ്സായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടിനകത്ത് പഠിച്ചത് എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് എന്താണ് ക്രിയേറ്റീവ് ലേണർ എന്നതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റി ഈസ് ദ ആക്ട് ഓഫ് ടേണിംഗ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയ ഇൻ ടു റിയാലിറ്റി. Creativity is characterized by the ability to perceive the world in new ways, to find hidden patterns, to make a connection between seemingly unrelated phenomena and to generate solution. ഇനി ക്രിയേറ്റിവിറ്റി എങ്ങനെയുള്ളതാണ്? ക്രിയേറ്റിവിറ്റി is genetic but it can also be learned. Then the teacher or the parent should understand, എന്താ അറിഞ്ഞിരിക്കണം? Find tips on how to raise your child to be creative and grow up to the future innovators. Then next part is what is creative child. Creative child is one who has got an ability to create, discover or produce a new idea or objects, including the rearrangement or reshaping of what is already known to him. ഇവിടെ മനസ്സിലായി, എ ക്രിയേറ്റീവ് ചൈൽഡ് ഓർ എ ലേണർ ഒരു ക്രിയേറ്റീവ് ചൈൽഡാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ലേണർ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് എബിലിറ്റിയാണുള്ളത്? ഹു ഹാസ് ഗോട്ട് എൻ എബിലിറ്റി ടു, ഓർത്തിരിക്കുക, ക്രിയേറ്റ്, ഡിസ്കവർ ഓർ പ്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ് ഓർ ഒബ്ജക്റ്റ്. എന്തുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്? ഇൻക്ലൂഡിങ് ദ റീ അറേഞ്ച്മെൻറ്റ് ഓർ റീഷേപ്പിംഗ് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ ടു ഹിം. ഇനി ഇങ്ങനെയുള്ള കുട്ടികളുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ക്രിയേറ്റ് ചെയ്യാൻ, ഡിസ്കവർ ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ. എന്തൊക്കെ? ന്യൂ ഐഡിയാസും ഒബ്ജക്ട്സും. ഇനി ഇങ്ങനെയുള്ള കുട്ടികളുടെ അഥവാ ഇങ്ങനെയുള്ള പഠിതാക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് ക്യൂരിയസ്, റിസോഴ്സ്ഫുൾ, ഫ്ലെക്സിബിൾ, open-minded, sensitive to problems and show originality of ideas and expression. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടേമാണ് സെൻസിറ്റീവ് ടു പ്രോബ്ലം ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ്. ഇവരുടെ ഐഡിയാസിനെ എപ്പോഴും ഒരു ഒറിജിനാലിറ്റി കാണും. മറ്റുള്ളവർ ചിന്തിക്കാത്തതായ രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവരുടെ, ആശയങ്ങളായിരിക്കും ഇവരുടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളായിരിക്കും. ഒരുപക്ഷെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഈ ക്രിയേറ്റീവ് ലേണേഴ്സിനുണ്ടാകും. അതുകൊണ്ട് ഈ സെൻറ്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻസിറ്റീവ് ടു പ്രോബ്ലം ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. നമുക്കൊരു പക്ഷേ ഈ ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ ക്ലാസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നിരിക്കില്ല. അത് സ്വാഭാവികമായിട്ടും കഴിയില്ല. കാരണം ബാക്കി എല്ലാ കുട്ടികളും ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ഇവരുടെ ഐഡിയാസ് അനുസരിച്ച് നമുക്ക് ചെയ്യാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ ഒരു അധ്യാപിക ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഇവർ ക്രിയേറ്റീവ് ലേണറാണ്. പക്ഷേ ക്രിയേറ്റീവ് ലേണറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ഗ്രേഡിനകത്ത് ഇവർ വലിയ പ്രാധാന്യത കൊടുക്കുന്നില്ല. ഇവർക്ക് എന്തോരം മാർക്ക് കിട്ടും, ഈ മാർക്ക് കൊണ്ട് ഇവർ എന്തൊക്കെ നേടും, അതുകൊണ്ടുള്ള അങ്ങനെയുള്ള ചിന്താഗതി ഈ ക്രിയേറ്റീവ് ചൈൽഡിന് ഇല്ല എന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് വൺ ഹു ഹാസ് ഗോട്ട് ആൻ എബിലിറ്റി ടു ക്രിയേറ്റ്, ഡിസ്കവർ ഓർ പ്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ് ഓർ ഒബ്ജക്റ്റ്, ഇൻക്ലൂഡിംഗ് ദ റീ അറേഞ്ച്മെൻറ്റ് ഓർ റീഷേപ്പിംഗ് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ ടു ഹിം. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്? ക്യൂരിയസ്, റിസോഴ്സ്ഫുൾ, ഫ്ലെക്സിബിൾ, open-minded, sensitive to problems and shows originality of ideas and expression.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇവർ ക്യൂരിയസ് ആയിരിക്കും, റിസോഴ്സ്ഫുൾ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളൊരു അധ്യാപിക അല്ലെങ്കിൽ നമ്മളൊരു മാതാവോ പിതാവോ ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തിരിച്ചറിയണം? നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെയുള്ളവരാണ്, ക്രിയേറ്റീവ് ലേണർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇവർക്ക് മാർക്ക് കുറവായിരിക്കാം. ദെൻ ഇഫ് യു ആർ എ പേരൻറ്റ് ഓർ എ ടീച്ചർ ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ് ഓർ ദ സ്റ്റുഡൻറ്റ്, you are aware of your child or learner ability to think differently from other children. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ക്രിയേറ്റീവ് ചൈൽഡിന് ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് ഡേ ഡ്രീമിങ്. ഇവർ പകൽ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. വാണ്ടിങ് ടു വർക്ക് അലോൺ, ഷെയറിങ് ഡിസയർ തോട്ട്സ്, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദീസ് ചിൽഡ്രൻ മെ നോട്ട് ബി മോട്ടിവേറ്റഡ് ബൈ ഗ്രേഡ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരുപാട് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ക്യൂരിയസ് ആണ്, റിസോഴ്സ്ഫുൾ ആണെന്ന്. അതിനോടൊപ്പം തന്നെ ഇവരുടെ മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതാണ് ഡേ ഡ്രീമിംഗ് ആണ്, വാണ്ടിങ് ടു വർക്ക് അലോൺ, ഷെയറിങ് ഡിസയർ തോട്ട്സ്, കോൺഫ്ലിക്റ്റിംഗ് opinions. And on top of this, these children may not be motivated by grades. ഇവരിൽ എന്തിലും മോട്ടിവേറ്റഡ് അല്ല, ഇവർ ഗ്രേഡ്സിൽ മോട്ടിവേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇവർ മാർക്കിൽ മോട്ടിവേറ്റഡ് അല്ല. ഇതാണ് ഇവരുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവരിൽ കാണുന്ന മറ്റൊരു ബിഹേവിയറൽ ഡിസോർഡറാണ് ADHD എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ADHD നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ADHDയുടെ ഫുൾ ഫോം. അതായത് ADHD എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ദാറ്റ് എഫക്റ്റ് എ പേഴ്സൺസ് എബിലിറ്റി ടു പേ അറ്റൻഷൻ. അതായത് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റിയാണ് ADHD എന്ന് പറയുന്നത്. ഇവർ സാധാരണ രീതിയിൽ ഇൻഅറ്റൻഷൻ ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഇമ്പൾസിറ്റി കാണിക്കും, ബിഹേവിയറൽ ഡിസോർഡർ കാണിക്കും. ഇതൊക്കെയാണ് ഈ ADHD ഉള്ള കുട്ടികളുടെ പ്രത്യേകതകൾ. ഇങ്ങനെ ഈ ADHD ഉള്ള കുട്ടികൾ കാണിക്കുന്ന ചില പ്രത്യേകതകൾ ചില അപൂർവ സാഹചര്യങ്ങളിലെങ്കിലും ഈ ക്രിയേറ്റീവ് ചൈൽഡും കാണിക്കും. കാരണം ഒരു ശരാശരി ക്ലാസ് റൂം സിറ്റുവേഷൻ ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ഇവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുന്നത്. ശരാശരി ക്ലാസ് റൂമിൽ അക്കാദമികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, കാണാതെ പഠിക്കുന്നു, എക്സാമിന് പോയി പരീക്ഷയ്ക്ക് എഴുതുന്നു, പോയിന്റുകൾ എഴുതുന്നു. ഇതൊക്കെ സാധാരണ ഒരു ക്ലാസ് റൂമിൽ. പക്ഷെ ഇവൻ്റെ ഐഡിയാസും ഇവൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവന് സാധാരണ ക്ലാസ് റൂം വിരക്തി തോന്നുമ്പോൾ ഇവൻ ADHD ഉള്ള കുട്ടികളുടെ പ്രത്യേകതകൾ കാണിക്കും. ഇൻഅറ്റൻറ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും, ഇമ്പൾസിറ്റി ആയിരിക്കും, ബിഹേവിയറൽ ഡിസോർഡർ. ഇതൊക്കെ ഇവരിൽ കാണുവാൻ കാരണമായി തീരും. ഇനി ചിൽഡ്രൻ ആർ ഫിൽഡ് വിത്ത് എ സെൻസ് of wonder, vibrant imagination and often a love for adventure and learning. ഇവരെങ്ങനെയുള്ളവരായിരിക്കും? filled with a sense of wonder, vibrant imagination and often a love for an adventure and learning. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സാധാരണ ഒരു അധ്യാപക, ശരാശരി ഒരു അധ്യാപക ക്ലാസ്സിൽ വന്ന് എന്ത് ചെയ്യും? കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. നമ്മളെപ്പോലുള്ള സാധാരണ അധ്യാപകർ കണ്ടന്റ് പറഞ്ഞു കൊടുക്കും. ആ കണ്ടന്റ് പഠിക്കാൻ പറയും. ആ കണ്ടന്റ് ചോദിക്കും. ഇങ്ങനെ ഒരു സാധാരണ അധ്യാപക ചെയ്യുന്ന പക്ഷം ഒരു ക്രിയേറ്റീവ് ലേണറാണ് ക്ലാസ്സിലിരിക്കുന്നതെങ്കിൽ ഈ കുട്ടിക്ക് ഇത് വിരക്തി തോന്നുന്നു. ഇവൻ ഇഷ്ടപ്പെടുന്നത് ഏതാ? സെൻസ് ഓഫ് വണ്ടർ, വൈബ്രൻറ്റ് ഇമാജിനേഷൻ. ഇതൊക്കെയാണ് ഇവൻ്റെ മനസ്സിലുള്ളത്. ഇവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അഡ്വഞ്ചറാണ്. അങ്ങനെയുള്ള സാഹസികമായ കാര്യങ്ങൾ അവൻ ഇഷ്ടപ്പെടുമ്പോൾ ശരാശരി ക്ലാസ് റൂം അഥവാ ട്രഡീഷണൽ ക്ലാസ് റൂം സിറ്റുവേഷൻ ഇവൻ ഇഷ്ടപ്പെടുന്നില്ല. ആ സന്ദർഭങ്ങൾ ഇവൻ ADHDയുടെ അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ബിഹേവിയറൽ ഡിസോർഡറിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ക്ലാസ് റൂമിൽ കാണിച്ചെന്നിരിക്കും. ഇവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അധ്യാപികയുടെ ഉത്തരവാദിത്തം. അപ്പോൾ ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഡെഫിനേഷൻ മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു സ്കിന്നർ, എ ക്രിയേറ്റീവ് തിങ്കർ ഈസ് വൺ ഹൂ എക്സ്പ്ലോർസ് ന്യൂ ഐഡിയാസ് ആൻഡ് മേക്സ് ന്യൂ ഒബ്സർവേഷൻ, ന്യൂ പ്രഡിക്ഷൻ ആൻഡ് ന്യൂ ഇൻഫറൻസസ്. ഇവൻ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഒരു സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ അധ്യാപകൻ പറഞ്ഞത് കേൾക്കുന്നു, എഴുതുന്നു. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിയേറ്റീവ് ലേണറിനെ സംബന്ധിച്ചിടത്തോളം, അക്കോർഡിംഗ് ടു സ്കിന്നറിൻ്റെ അഭിപ്രായത്തിൽ എ ക്രിയേറ്റീവ് തിങ്കർ ഈസ് വൺ ഹൂ എക്സ്പ്ലോർസ് ന്യൂ ഐഡിയാസ്. ഇവൻ എന്താ കൊണ്ടുവരുന്നത്? എക്സ്പ്ലോർസ് ന്യൂ ഐഡിയാസ് ആൻഡ് മേക്സ് ന്യൂ ഒബ്സർവേഷൻ ആൻഡ് ന്യൂ പ്രഡിക്ഷൻ ആൻഡ് ന്യൂ ഇൻഫറൻസസ്. 4 ടേമുകളാണ് വരുന്നത്. എക്സ്പ്ലോർസ്, ഒബ്സർവേഷൻ, പ്രഡിക്ഷൻ, ഇൻഫറൻസസ്. ഇതെല്ലാം എന്തായിരിക്കും? ഈ 4 കാര്യങ്ങളും അവൻ പുതിയ രീതിയിൽ, ക്രിയേറ്റീവായ രീതിയിൽ ചെയ്യുന്നു. ഇതാണ് ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ ഡെഫിനേഷൻ. ഒന്നും കൂടെ ആവർത്തിക്കാം. അക്കോർഡിംഗ് ടു സ്കിന്നർ, എ ക്രിയേറ്റീവ് തിങ്കർ ഈസ് വൺ ഹൂ എക്സ്പ്ലോർസ് ന്യൂ ഐഡിയാസ് ആൻഡ് മേക്സ് ന്യൂ ഒബ്സർവേഷൻ, ന്യൂ പ്രഡിക്ഷൻ ആൻഡ് ന്യൂ ഇൻഫറൻസസ്.
നമ്മുടെ അടുത്ത പാർട്ടാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് ചൈൽഡ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മീനിങ്ങിനകത്തും ഡെഫിനേഷനകത്തും വരുന്ന പാർട്ടുകൾ കൂടി ചേർന്നാൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. എന്നാലും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹി ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ഫസ്റ്റ് പോയിന്റ് ആണ് ഹി ഓർ ഷീ ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ മീനിങ്ങിനകത്ത് പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണെന്ന് പറഞ്ഞു. സെൻസിറ്റീവ് ടു പ്രോബ്ലം and shows originality of ideas and expression. ആ സെയിം പോയിന്റ് തന്നെ ഫസ്റ്റ് പോയിന്റ്, ഹി ഓർ ഷീ അതായത് ക്രിയേറ്റീവ് ചൈൽഡ് ഓർ ക്രിയേറ്റീവ് ലേണർ ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ദെൻ സെക്കൻഡ് വൺ, ഹി or she or the creative child or the learner develops intuition in his problems. Then third one, possess high degree of keenness, attentiveness, alertness and power of concentration. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പവർ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ശരാശരി കുട്ടികളുടെ കോൺസെൻട്രേഷൻ അല്ല, അവൻ്റെ ഐഡിയാസിലും, അതായത് സെൻസിറ്റീവ് ടു പ്രോബ്ലം അവൻ എങ്ങനെയാണോ എടുക്കുന്നത് അതിലും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് സാധാരണ ക്ലാസ് റൂമിൽ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. സാധാരണ ക്ലാസ് റൂമിൽ അവൻ എന്ത് കാണിച്ചിരിക്കാം, ADHDയുടെ സിംറ്റംസ് അവൻ കാണിച്ചിരിക്കാം. കാരണം അവർ പര്യാപ്തമല്ല എന്ന് തോന്നുമ്പോൾ ആ ലേണർ അഥവാ ക്രിയേറ്റീവ് ലേണർ അങ്ങനെ കാണിച്ചെന്നിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ കീനെസ്, അറ്റൻറ്റീവ്നെസ് എന്ന് പറയുന്നത് അവൻ്റെ ആശയത്തിലും അവൻ്റെ ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസിലും ഒറിജിനാലിറ്റി ഓഫ് എക്സ്പ്രഷനിലും സെൻസിറ്റീവ് ടു പ്രോബ്ലംസിലൊക്കെ അവൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഹി ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ദെൻ ക്രിയേറ്റീവ് ലേണർ ഓർ ദ ചൈൽഡ് ഡെവലപ്സ് ഇൻറ്റ്യൂഷൻ ഇൻ ഹിസ് പ്രോബ്ലംസ്. ദെൻ തേർഡ് വൺ, possess a high degree of keenness, attentiveness, alertness and power of concentration. Then fourth one, he is very curious by nature and possesses foresightedness in abundance. ഇത് മുമ്പേ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. എ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് ക്യൂരിയസ്, റിസോഴ്സ്ഫുൾ, ഫ്ലെക്സിബിൾ, ഓപ്പൺ മൈൻഡഡ്, സെൻസിറ്റീവ് ടു പ്രോബ്ലം ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. ആ പോയിന്റുകളുടെ ഒരു എക്സ്പാൻഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഈസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. Then fifth point, possess a high degree of sensitivity towards problem. ഈ ആദ്യത്തെ പാർട്ട് മീനിങ് പഠിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി പോകാം. പെട്ടെന്നൊന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ക്രിയേറ്റീവ് ലേണർ ഓർ ദ ക്രിയേറ്റീവ് ചൈൽഡ് ഡെമോൺസ്ട്രേറ്റ് ഒറിജിനാലിറ്റി ഇൻ ഐഡിയാസ് ആൻഡ് ആക്ഷൻ. ദെൻ ക്രിയേറ്റീവ് ചൈൽഡ് ഡെവലപ്സ് ഇൻറ്റ്യൂഷൻ ഇൻ ഹിസ് പ്രോബ്ലം. തേർഡ് വൺ, possess high degree of attentiveness, alertness and power of concentration. Then fourth one, he is very curious by nature. Then fifth one, possess a high degree of sensitivity towards problem. Then sixth point, he demonstrates the ability to transfer learning from one situation to another. ക്ലാസ് റൂമിൽ എന്തെങ്കിലും പഠിച്ചു, ഒരു തിയറി ആയിരിക്കാം പഠിച്ചത്, ആ തിയറി പഠിച്ചു, അത് എക്സാമിന് എഴുതി എന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിന് ക്രിയേറ്റീവ് ചൈൽഡ് കുറച്ചും കൂടെ ക്യൂരിയസ് ആയിരിക്കും. ഹി ഓർ ഷീ ഓർ ദ ക്രിയേറ്റീവ് ചൈൽഡ് ഓർ ദ ലേണർ ഡെമോൺസ്ട്രേറ്റ് ദ എബിലിറ്റി, എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ടു ട്രാൻസ്ഫർ ദ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. ദ നെക്സ്റ്റ് വൺ ഈസ് ഹി ഡെമോൺസ്ട്രേറ്റ് വെരി റിച്ച് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആൻഡ് ഈസ് ഡൈവേർജൻറ്റ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഇൻ ഹിസ് തിങ്കിങ്. അവൻ്റെ ചിന്ത മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിന്തകളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ക്രിയേറ്റീവ് ഇസ് ആക്ട് ഓഫ് ടേണിങ് ന്യൂ ആൻഡ് ഇമാജിനേറ്റീവ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഈ ചിന്തകളെല്ലാം വ്യത്യസ്തമാണ്, മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളാണ് ഇവനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കോൺസെൻട്രേഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും, സാധാരണ ഒരു ക്ലാസ് റൂമിനല്ല, അവൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ, അവൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണോ അതിനെ ആയിരിക്കും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണയുള്ള ക്ലാസ് റൂമിലെ കോൺസെൻട്രേഷൻ അവന് കുറവായിരിക്കും ക്രിയേറ്റീവ് ലേണറിന്. ഇനി അതോടൊപ്പം വരുന്ന ഇത്രയും പോയിന്റുകളാണ്, ഈ 7 പോയിന്റുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്നത്. അതോടൊപ്പം വരുന്ന ഇവരുടെ ക്വാളിറ്റീസും അല്ലെങ്കിൽ ഇവരുടെ ട്രേഡ്സും, ബിഹേവിയറൽ ട്രേഡ്സും ആണ്. ഇവർ ഡേ ഡ്രീമിംഗ് ഉള്ളവരാണ്, വാണ്ടിങ് ടു വർക്ക് അലോൺ. ഇവർ ക്രിയേറ്റീവ് ആയതുകൊണ്ട് സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ എഴുതുന്ന ഒരു അസൈൻമെൻറ്റ് ഇവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടില്ല. കാരണം ഇവർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു. ഇവർ കോപ്പി ചെയ്ത് എഴുതാൻ ആഗ്രഹിക്കുന്നവരല്ല. ഡേ ഡ്രീമിങ്, വാണ്ടിങ് ടു വർക്ക് അലോൺ, ഷെയറിങ് ഡിസയർ തോട്ട്സ്, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻസ്. ഇവന് വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ. ആൻഡ് ദ ടോപ്പ് ഓഫ് ദീസ് ചിൽഡ്രൻ മെ നോട്ട് ബി മോട്ടിവേറ്റഡ് ബൈ ഗ്രേഡ്സ്. ദീസ് ആർ ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ലേണർ ഓർ എ ക്രിയേറ്റീവ് ചൈൽഡ്.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പാർട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ അഥവാ ക്രിയേറ്റീവ് ലേണർ. ഈ ക്രിയേറ്റീവ് ലേണറിനെ ഒരു ശരാശരി ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇഫ് യു ആർ എ പാരൻറ്റ് ഓർ ടീച്ചർ ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ് ഓർ എ ലേണർ, യു ആർ ബി അവെയർ. എന്തിനെ പറ്റി അവെയർ ആയിരിക്കണം? ഓഫ് യുവർ ചൈൽഡ് ഓർ എ ലേണർ എബിലിറ്റി ടു തിങ്ക് ഡിഫറൻ്റ്ലി ഫ്രം അതർ ചിൽഡ്രൻ. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരു ക്രിയേറ്റീവ് ലേണർ എന്ന് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ സാധാരണ സൈക്കോളജിക്കൽ മെത്തേഡ്സ് പഠിക്കുന്നതിനകത്ത് നമ്മൾ സാധാരണ പഠിച്ചു വരുന്നതാണ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്. ഇങ്ങനെ ഒരുപാട് മെത്തേഡോട് കൂടി നമ്മൾ ക്രിയേറ്റീവ് ചൈൽഡിനെ കണ്ടുപിടിക്കും, അതായത് സൈക്കോളജിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെ. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി, ക്രിയേറ്റിവിറ്റി ടെസ്റ്റിന് വേണ്ടി പ്രത്യേകം ടെസ്റ്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന 2 ടെക്സ്റ്റുകളാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് വാളാഷ് ആൻഡ് കോഹൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെൻറ്റ്. 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് വാളാഷ് ആൻഡ് കോഹൻ ക്രിയേറ്റിവിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്. അതോടൊപ്പം ഇതിനേക്കാൾ ഫേമസ് ആയതാണെന്ന് പറയാം ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. അത് നിങ്ങളുടെ റെഫറൻസ് ബുക്കുകളിൽ അതിനകത്ത് കാണുന്നുണ്ട്, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വഴി, നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്കിപ്പോഴുണ്ട്. ഈ മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ടൈലർ ആൻഡ് ഫ്രാൻസിൻ്റെ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നതാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, അതായത് ടൈലർ ആൻഡ് ഫ്രാൻസിസിൻ്റെ. ഇതിനകത്ത് വരുന്ന പാർട്ടുകൾ ഏതൊക്കെയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫിഗർ, ഒരു ഇൻകംപ്ലീറ്റ് ഫിഗർ തന്നിട്ട് അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ക്രിയേറ്റീവായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻകംപ്ലീറ്റ് ഫിഗർ, റിഡിൽസ്, റിമോട്ട് അസോസിയേറ്റ്സ്, കാൻഡിൽ പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ലേണർ ആണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാവുന്നതാണ് എക്സാമ്പിൾ ഫോർ ദ ടെസ്റ്റ് ഓഫ് എ ക്രിയേറ്റിവിറ്റി, മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, വാളാഷ് ആൻഡ് കോഹൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെങ്കിലും ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇനി നമുക്ക് അടുത്ത പാർട്ട് പഠിക്കേണ്ടതാണ് റോൾ ഓഫ് ദ ടീച്ചർ. നാം അധ്യാപകരായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് ചൈൽഡിനെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ലേണറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കണ്ടുപിടിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ അമ്മയാണെങ്കിൽ അപ്പനാണെങ്കിൽ അതേസമയം ഒരു ടീച്ചറാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഇഫ് യു ആർ എ പാരൻറ്റ് ഓർ ടീച്ചർ ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്, യു ആർ ബി അവെയർ ഓഫ് യുവേഴ്സ് ചൈൽഡ് ഓർ ലേണർ എബിലിറ്റി ടു തിങ്ക് ഡിഫറൻ്റ്ലി ഫ്രം അതർ ചിൽഡ്രൻ. അങ്ങനെയുണ്ടെങ്കിൽ അവരിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നു എന്ന് പറഞ്ഞു. ഡേ ഡ്രീമിംഗ് ആണ്, വാണ്ടിങ് ടു വർക്ക് അലോൺ, ഷെയറിംഗ് ഡിസയർ തോട്ട്സ്, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ. ഇത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നില്ല, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരു ശരാശരി ക്ലാസ് റൂമിൽ ഒരു ക്രിയേറ്റീവ് ലേണറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ടീച്ചർക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത്? ഫസ്റ്റ് പോയിന്റ്, ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവനല്ലെങ്കിൽ അവൾ, ഹി ഓർ ഷീ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ലേണർ ഓർ ദ ക്രിയേറ്റീവ് ചൈൽഡ് എങ്ങനെയായിരിക്കും? സെൻസിറ്റീവ് ടു പ്രോബ്ലംസ് ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് പറഞ്ഞു, സെൻസിറ്റീവ് ടു പ്രോബ്ലംസ് ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. അങ്ങനെ എങ്കിൽ ഒരു പക്ഷേ ഇവന് ഒരുപാട് സമയം എടുത്തുന്നിരിക്കും ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ, ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തുന്നിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവർ ചെയ്യുന്ന പ്രോസസ്സിൽ ട്രസ്റ്റ് ആയിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. ആര്? പാരൻസ്, കിഡ്സ്, പാരൻസ്, ചൈൽഡ് ആൻഡ് ടീച്ചർ ക്യാൻ ഗെറ്റ് ടു ഫോക്കസ്ഡ് ഓൺ ദ ഫൈനൽ റിസൾട്ട്. അതായത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നും, എത്ര നേരമായി ഒരു അസൈൻമെൻറ്റ്, ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, കുറേ സമയം എടുക്കും. കുറേ സമയം എടുത്തിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക സമയത്തിനങ്ങ് വെച്ചുകൂടെയെന്ന്. പക്ഷേ ആ കൊണ്ടുവച്ച് വൈകിട്ടാണെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും ആ അസൈൻമെൻറ്റിന്. അതൊരു ക്രിയേറ്റീവ് ലേണറുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ടീച്ചർ, ശരാശരി ടീച്ചർ ഒരു ക്രിയേറ്റീവ് ലേണറിനെ കണ്ടുപിടിക്കുന്നതിൽ മെയിൻ കാര്യം എന്താണ്? ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. അതിൽ കാരണം അവനല്ല അതിലേക്ക് എത്തും, ഒരു സംശയമില്ല, അവൻ ആ കാര്യം ചെയ്തിരിക്കും. പക്ഷെ ആ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? സെൻസിറ്റീവ് ടു പ്രോബ്ലംസ് ആൻഡ് ഷോസ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. എന്തുണ്ടായിരിക്കും? അവൻ ചെയ്യുന്ന ഏതൊരു വർക്കിലും, ഒരു ക്രിയേറ്റീവ് ലേണർ ചെയ്യുന്ന ഏതൊരു വർക്കിലും എന്തുണ്ടായിരിക്കും? ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ. അതുകൊണ്ട്
ഒരു അധ്യാപിക എന്ത് ചെയ്തിരിക്കണം? ട്രസ്റ്റ് ദ പ്രോസസ്. ഫസ്റ്റ് പോയിന്റ് ആണ് ട്രസ്റ്റ് ദ പ്രോസസ്. ട്രസ്റ്റ് ദ പ്രോസസ് വി മീൻ ദാറ്റ് പാരൻസ്, ചൈൽഡ് ആൻഡ് ടീച്ചേഴ്സ് ക്യാൻ ഗെറ്റ് ടു ഫോക്കസ്ഡ് ഓൺ ദ ഫൈനൽ റിസൾട്ട്. എന്തിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും, ഒരുപാട് സമയം എടുത്തെന്നിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് നേരിട്ടെന്നിരിക്കും. പക്ഷേ എപ്പോഴും ഒരു അധ്യാപികയും ഒരു പാരൻ്റ് ആണെങ്കിൽ പാരൻറ്റും കുട്ടിയും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഫൈനൽ റിസൾട്ടിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ട്രസ്റ്റ് ദ പ്രോസസ്. സെക്കൻഡ് പോയിന്റ് ക്വസ്റ്റ്യൻ എവറിത്തിങ്. ഇനി ഈ ലേണറുടെ, എക്സെപ്ഷൻ ലേണറുടെ അഥവാ ക്രിയേറ്റീവ് ലേണറുടെ മറ്റൊരു പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻ എവറിത്തിങ്. എല്ലാത്തിനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. Spend any time with a preschooler and you know that little kids are expert at asking why questions. എപ്പോഴും ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതെന്താ, ഇപ്പം ചെറിയൊരു കുട്ടി 3-4 വയസ്സായ കുട്ടികളുള്ളവർക്കറിയാം എപ്പോഴും എന്ത് ചെയ്തു, അതെന്താ അമ്മ ഇങ്ങനെ, അതെന്താ അമ്മ ഇങ്ങനെ, അതെന്താ അങ്ങനെ ആകാൻ കാരണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആസ് വി ഗെറ്റ് ഓൾഡർ വി ഗെറ്റ് ടു സ്റ്റോപ്പ് ദീസ് ഇൻസ്റ്റൻറ്റ് ക്രൂസസ് ഓഫ് ഓട്ടോ പൈലറ്റ്. ഇവൻ എന്തായിരിക്കും? ഇതിന് പകരമായിട്ട് അവനൊരു ഓട്ടോ പൈലറ്റായിട്ട് മാറും. അവൻ ഓൾഡർ ആകും തോറും അവൻ്റെ ക്യൂരിയോസിറ്റി ആര് നശിപ്പിച്ചുകൊണ്ടിരിക്കുക? അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്രായത്തിൽ അവൻ എന്തിനേയും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. സ്പെൻഡ് എനി ടൈം വിത്ത് എ പ്രീ സ്കൂളർ ആൻഡ് യു നോ ദാറ്റ് ലിറ്റിൽ കിഡ്സ് ആർ എക്സ്പേർട്ട് അറ്റ് ആസ്കിങ് വൈ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ക്വസ്റ്റ്യൻസിനെ അഥവാ ആ ക്യൂരിയോസിറ്റിയെ നശിപ്പിക്കാൻ ആരിടയാക്കരുത്? അധ്യാപിക ഇടയാക്കരുത്. ആസ് വി ഗെറ്റ് ഓൾഡർ വി ടെൻഡ് ടു സ്റ്റോപ്പ് ദീസ് ഇൻസ്റ്റഡ് ക്രൂസസ് ഓൺ ഓട്ടോ പൈലറ്റ്. ഹെൽപ്പിംഗ് യുവർ ചൈൽഡ് പ്രിസർവ് ദിസ് സെൻസ് ഓഫ് ഇൻക്വയറി ഈസ് ക്രൂഷ്യൽ ടു എ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ്. അപ്പോൾ എന്താക്കിയിരിക്കണം? ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കിയെടുക്കാൻ എപ്പോഴും ഒരു അധ്യാപിക ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ട്രസ്റ്റ് ദ പ്രോസസ്, ദെൻ സെക്കൻഡ് പോയിന്റ് ക്വസ്റ്റ്യൻ എവറിത്തിങ്, ദെൻ തേർഡ് വൺ മേക്ക് ഇറ്റ് ഫണ്ണി. യഥാർത്ഥത്തിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. ഒരു നിസ്സാര കാര്യമാണ് അസൈൻമെൻറ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്, അത് അതിൻ്റെ റൂളാണ്. പക്ഷേ ഈ കുട്ടി വയ്ക്കുമ്പോൾ, ക്രിയേറ്റീവ് ലേണർ വയ്ക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ആ ക്രിയേറ്റീവ് ലേണറിൻ്റെ സമയം വൈകിയിരിക്കും. പക്ഷേ ഒറിജിനാലിറ്റി, വർക്കിനകത്ത് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ആർക്ക് ദേഷ്യം വരും? അധ്യാപികയ്ക്ക് ദേഷ്യം വരും, ശരാശരി അധ്യാപികയ്ക്ക് ദേഷ്യം വരും. പക്ഷേ ഇങ്ങനെയുള്ള വർക്ക് വെക്കുന്ന സമയത്തും ഇതെന്താക്കിയെടുക്കണം? മേക്ക് ഇറ്റ് ഫണ്ണി. മാർക്ക് കുറയ്ക്കോ കൂട്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇവനെ ഇവൻ വൈകി വെക്കുന്നുണ്ടെങ്കിൽ ഇവൻ ക്രിയേറ്റീവ് ലേണറാണ്. ഇവൻ ക്രിയേറ്റീവ് ലേണർ ആകുമ്പോൾ ഇവൻ എന്തിനെക്കുറിച്ച് ബോധേഡല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓൺ ദ ടോപ്പ് ഓഫ് ദിസ്, അല്ലെ, നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു, ഡേ ഡ്രീമിങ്, വാണ്ടിങ് ടു വർക്ക് അലോൺ, ഷെയറിംഗ് ഡിസയർ തോട്ട്സ്, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ ആൻഡ് ടോപ്പ് ഓൺ ദീസ് ചിൽഡ്രൻ മെ നോട്ട് ബി മോട്ടിവേറ്റഡ് ബൈ ഗ്രേഡ്സ്. എന്തിനെ മോട്ടിവേറ്റഡ് അല്ല? ഗ്രേഡ്സിനെ മോട്ടിവേറ്റഡ് അല്ല. അപ്പോൾ അവന് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവൻ്റെ വിഷയം. അപ്പോൾ ടീച്ചർ മാർക്ക് കൊടുക്കാതിരുന്നാലും ഇവൻ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. കാര്യങ്ങൾ എന്താക്കിയിടണം? ഫണ്ണാക്കി എടുക്കണം. ഇഫ് യു ഹാവ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ യു ആർ ഓൾറെഡി ഹൈലി സ്കിൽഡ് അറ്റ് ലുക്കിംഗ് അറ്റ് തിങ്സ് ഇൻ ആൻ ഓൾട്ടർനേറ്റീവ് വേസ്. ഹാർഡ് മാർക്ക് പറഞ്ഞ ഒരു ആസ്പെക്റ്റാണ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഇനി ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ട്രസ്റ്റ് ദ പ്രോസസ്, സെക്കൻഡ് പോയിന്റ് ക്വസ്റ്റ്യൻ എവറിത്തിങ്, ദ നെക്സ്റ്റ് പോയിന്റ് മേക്ക് ഇറ്റ് ഫണ്ണി. ഇനി നമ്മുടെ പാർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പോയിന്റ്, ഈ 3 പോയിന്റും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്തതാണ്. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവറിത്തിങ്, മേക്ക് ഇറ്റ് ഫണ്ണി. ക്രിയേറ്റിവിറ്റി ഹെൽപ്സ് ചിൽഡ്രൻ സോൾവ് പ്രോബ്ലംസ് ആൻഡ് ഓവർകം ചലഞ്ചസ്. ഇറ്റ് ഫോസ്റ്റേഴ്സ് റിസോൾവ്, എൻക്വയറി, ന്യൂ പെർസെപ്റ്റീവ്, ഇൻഡിപെൻഡൻസ്, പോസിറ്റിവിറ്റി, കോൺഫിഡൻസ് ആൻഡ് ഇൻജെന്യൂറ്റി. ദസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നർച്ചർ ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം എന്തിനു സഹായിക്കും? ക്രിയേറ്റിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഒരു ഹ്യൂമറാണ് എല്ലാ കാര്യത്തിലും ഒരു അധ്യാപിക ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നതെങ്കിൽ ഹ്യൂമർ ലെറ്റ്സ് കിഡ്സ് പ്രാക്ടീസ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ഇൻ എ ഫൺ വേ. ഇവൻ എന്ത് ചെയ്തിരിക്കും? ഔട്ട്സൈഡ് ദ ബോക്സ്, ബോക്സിന് അപ്പുറമായിട്ട് ചിന്തിക്കാൻ, അതായത് ശരാശരി ക്ലാസ് റൂമിലെ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് മാറി, ഇടുങ്ങിയ ആശയങ്ങളിൽ നിന്ന് മാറി, പാരമ്പര്യ രീതികളിൽ നിന്ന് മാറി ഇവൻ എന്ത് ചെയ്യും? ഹ്യൂമർ ലെറ്റ്സ് കിഡ്സ് പ്രാക്ടീസ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ഇൻ എ ഫൺ വേ. തമാശ രൂപത്തിൽ ഇവൻ എന്തിലേക്ക് ചെല്ലാൻ സഹായിക്കും? ഔട്ട്സൈഡ് ദ ബോക്സ്, അതിനപ്പുറമായിട്ട് ചിന്തിക്കാൻ അവനെ പ്രാപ്തനാക്കി തീർക്കും. ആരെ? ക്രിയേറ്റീവ് ലേണറിനെ. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവറിത്തിങ്, മേക്ക് ഇറ്റ് ഫണ്ണി. ദെൻ ഫോർത്ത് വൺ, ഡൈവേർജൻറ്റ് തിങ്കിങ് ഡെവലപ്സ് ക്രിയേറ്റിവിറ്റി. നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു, ക്രിയേറ്റീവ് ലേണറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്, ഡൈവേർജൻറ്റ് തിങ്കിങ്. എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഡൈവേർജൻറ്റ് തിങ്കിങ്? ഡൈവേർജൻറ്റ് തിങ്കിങ് ഇസ് എ തോട്ട് പ്രോസസ് ഓർ മെത്തേഡ് യൂസ്ഡ് ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ് ബൈ എക്സ്പ്ലോറിംഗ് മെനി പോസിബിൾ സൊല്യൂഷൻ. അതായത്
അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സിന് ഇപ്പോൾ ഒരു ഇക്വേഷൻ വെച്ചൊരു ആൻസർ കിട്ടും. പക്ഷേ കുട്ടികൾ വേറൊരു രീതിയിൽ, ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കാത്ത വേറൊരു രീതിയിൽ അതിൻ്റെ ആൻസർ കണ്ടെത്തും. ഇത് ഡൈവേർജൻറ്റ് തിങ്കിങ്ങുള്ള പ്രോസസ്സിനുള്ള കുട്ടികളുടെ പ്രത്യേകതയാണ്. നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഡൈവേർജൻറ്റ് തിങ്കിങ് ഈസ് എ തോട്ട് പ്രോസസ് ഓർ മെത്തേഡ് യൂസ്ഡ് ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ് ബൈ എക്സ്പ്ലോറിങ് മെനി പോസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ടീച്ചർ എന്തിന് പ്രാധാന്യത കൊടുക്കണം? ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ കുട്ടി പറയണമെന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനുള്ള ഒരു പ്രോത്സാഹനം ടീച്ചർ കൊടുത്തിരിക്കണം. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവരിതിങ്, മേക്ക് ഇറ്റ് ഫണ്ണി. ഡൈവേർജൻറ്റ് തിങ്കിങ് ഡെവലപ്സ് ക്രിയേറ്റിവിറ്റി, സോ എൻകറേജ് ദ ചിൽഡ്രൻ ടു തിങ്ക് about as many ideas as there may be for the solution of the problem. Then fifth point, originality on the part of the children in any form should be encouraged. എന്തിനെ എൻകറേജ് ചെയ്യണം? ട്രഡീഷണൽ മെത്തേഡിലുള്ള അസൈൻമെൻറ്റിനോ, ട്രഡീഷണൽ മെത്തേഡിലുള്ള ടീച്ചിങ്ങിനോ, ട്രഡീഷണൽ മെത്തേഡിലുള്ള ലേണിങ്ങിനോ അല്ല ഒരു ക്രിയേറ്റീവ് ലേണർക്ക് ആവശ്യം. എന്തിനെ പ്രോത്സാഹിപ്പിക്കണം? ഒറിജിനാലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ ചിൽഡ്രൻ ഇൻ എനി ഫോം ഷുഡ് ബി എൻകറേജ്ഡ്. ദ നെക്സ്റ്റ് പോയിന്റ്, അപ്രോപ്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് atmosphere for creative expression should be provided in the school. This child should never be snubbed for the curiosity and creativity. ഇതിനുള്ള അവസരം ഇന്നത്തെ ശരാശരി വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നില്ല. അപ്പോൾ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം? അപ്രോപ്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ സ്കൂൾ. പോയിന്റ് പെട്ടെന്നൊന്നും കൂടെ ആവർത്തിക്കാം. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവരിതിങ്, മേക്ക് ഇറ്റ് ഫണ്ണി. ഡൈവേർജൻറ്റ് തിങ്കിങ് ഡെവലപ്സ് ക്രിയേറ്റിവിറ്റി, സോ എൻകറേജ് ദ ചിൽഡ്രൻ ടു think about as many ideas as they may for the solution of the problem. Originality on the part of the children in any form should be encouraged. The next point, appropriate opportunities and atmosphere for creative expression should be provided in the school. The next point, develop healthy habits like persistence, reliance, self-confidence, etc. which will help in creative output. ഇവർക്ക് എന്ത് കൊടുക്കണം? ആത്മവിശ്വാസം കൊടുക്കണം. നീ കുറച്ച് വൈകി ചെയ്താലും നീ വളരെ നന്നായി ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം അധ്യാപിക വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കണം. ഡെവലപ്പ് ഹെൽത്തി ഹാബിറ്റ്സ് ലൈക്ക് സെൽഫ് കോൺഫിഡൻസ്, റിലയൻസ്, എക്സെട്ര വിച്ച് വിൽ ഹെൽപ്പ് ദ ക്രിയേറ്റീവ് ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫാക്ടേഴ്സ് ലൈക്ക് കൺസർവേഷൻ, അൺസിമ്പതറ്റിക് ട്രീറ്റ്മെന്റ്, ഫിക്സഡ് ആൻഡ് റിജിഡ് ഹാബിറ്റ് of work, anxiety and frustration, overemphasis on school marks, authoritarian attitude of parents and teachers, etc. block creative thinking. So such factors should be eliminated. നമ്മൾ പറഞ്ഞു ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും? ഈ കുട്ടികൾ ADHD സിംറ്റംസ് ചില സന്ദർഭങ്ങളിൽ കാണിച്ചിരിക്കാം. ADHD എന്താണെന്ന് പറഞ്ഞു? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അങ്ങനെയെങ്കിൽ ADHD ഉള്ള കുട്ടികൾ കാണിക്കുന്ന പ്രകൃതി എന്തൊക്കെയാ? ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ബിഹേവിയർ ഡിസോർഡർ. ഈ കുട്ടികൾ ഇങ്ങനെ ADHDയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു എക്സെപ്ഷണൽ ലേണർ അഥവാ ക്രിയേറ്റീവ് ലേണർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അധ്യാപികയും ക്ലാസ് റൂം സിറ്റുവേഷനും വിദ്യാലയവും തന്നെയാണെന്നൊരു സംശയമില്ല. കാരണം അൺസിമ്പതറ്റിക് ട്രീറ്റ്മെൻറ്റ്, എന്തുകൊണ്ടാണ് വൈകി വെക്കുന്നത്? പെട്ടെന്ന് വെക്കാൻ പാടില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും. ഇങ്ങനെയുള്ള അൺസിമ്പതറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഫിക്സഡ് ആൻഡ് റിജിഡ് ഹാബിറ്റ് ഓഫ് വർക്ക്, ഇന്ന് തന്നെ പഠിച്ചിരിക്കണം എന്നുള്ള റിജിഡ് ഹാബിറ്റ്, അല്ലെങ്കിൽ ഇന്ന് ചെയ്തിരിക്കണം എന്ന് പറയുന്ന റിജിഡായിട്ടുള്ള ഹാബിറ്റ്, ഇതൊക്കെ ഇവനെ എന്ത് നശിപ്പിക്കും? അതുപോലെ അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഇതെന്ത് ചെയ്യും? ബ്ലോക്ക് ദ ക്രിയേറ്റീവ് തിങ്കിങ്. സോ സച്ച് ഫാക്ടേഴ്സ് ഷുഡ് ബി എലിമിനേറ്റഡ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം? എലിമിനേറ്റ് ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ആർട്ടിസ്റ്റിക്സ് എക്സ്പ്രഷൻ ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഒറിജിനേറ്റ് ന്യൂ ഐഡിയാസ്. സ്കൂൾ ക്യാൻ ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി ത്രൂ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ബൈ പ്രൊവൈഡിങ് മെറ്റീരിയൽ. എന്തും കൂടെ വേണം? ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻറ്റും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഹോംവർക്ക്, അസൈൻമെൻറ്റ്, ലേണിംഗ് ആക്ടിവിറ്റി ഇവ കൊടുത്തിരിക്കണം. സാധാരണ ഒരു ലെസൺ പ്ലാനകത്ത് കൊടുക്കുന്ന ഡിസ്കഷൻ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നതിൽ നിന്നൊക്കെ മാറി ഒരു ക്രിയേറ്റീവ് ലേണറിനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലെസൺ പ്ലാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ ഏതിൽ നിന്ന് ഉയർത്തണം? ഇവരെ മാക്സിമം സ്റ്റേജിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായ ഈ കുട്ടികളെ മാക്സിമം സ്റ്റേജിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? ഒരു അധ്യാപികയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്.
പറഞ്ഞത് റോൾ ഓഫ് ദ ടീച്ചർ. ഫസ്റ്റ് വൺ, ട്രസ്റ്റ് ദ പ്രോസസ്. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ദ ഫൈനൽ റിസൾട്ട്. ദെൻ സെക്കൻഡ് വൺ, ക്വസ്റ്റ്യൻ എവരിത്തിങ്. ചെറിയ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിരിക്കും? വൈ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ക്യൂരിയോസിറ്റിയെ നശിപ്പിക്കാതിരിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവരിത്തിങ്, മേക്ക് ഇറ്റ് ഫണ്ണി, ഡൈവർജൻറ്റ് തിങ്കിങ്, ഒറിജിനാലിറ്റി, അപ്രോപ്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി, ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ്. ദെൻ ടീച്ചർ ഷുഡ് ബി എങ്ങനെ ആയിരിക്കരുത്? should not be frustrated the students, unsympathetic treatment. ഇത് എന്ത് ശരിക്കും? block the creative thinking attitude of the student. Then last one is artistic expression gives an opportunity to originate new ideas. Last part of the creative learner, that is a special techniques for fostering creativity. ഈ പാർട്ടിനകത്ത് നിങ്ങളുടെ അർജുനൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റുകൾ തന്നെയാണ് റെഫറൻസ് ബുക്കിനകത്തും കിടക്കുന്നത്. 3 തരത്തിലുള്ള ടെക്നിക്കാണ്: ഇലാബറേഷൻ, ബ്രെയിൻ സ്റ്റോമിങ്, സിനറ്റിക്സ്. ഈ 3 ടെക്നിക്കുകളാണ്. അത് വായിച്ചു നോക്കുക. ആ 3 ടെക്നിക്കുകൾ തന്നെയാണ്, കൂടുതലായിട്ടൊന്നും റെഫറൻസ് ബുക്കിനകത്ത് പറയുന്നില്ല. ഇലാബറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. ദ ഇൻഡിവിജ്വൽ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സ്കെൽട്ടൺ ഔട്ട്ലൈൻ ഓഫ് എ പ്രോബ്ലം ആൻഡ് ബൈ യൂസ് ഓഫ് ഹിസ് ഇമാജിനേഷൻ ഹി കംപ്ലീറ്റ്സ് ഹിസ് പ്രോബ്ലം. നമ്മളിവിടെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഇൻകംപ്ലീറ്റ് ഫിഗർ കൊടുക്കുക എന്നുള്ള ആസ്പെക്റ്റ് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഇലാബറേഷനകത്ത് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള ടെക്നിക്ക് നിങ്ങൾ അസംബ്ലി ലൈനകത്ത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സിനറ്റിക്സ് നിങ്ങൾ സാധാരണ അനലോഗീസ്, മെറ്റഫേഴ്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. അത് വായിച്ചു നോക്കുക. ഇത്രയും പാർട്ടുകളാണ് അപ്പോൾ നമ്മൾ പഠിച്ചത്. എന്താണ് ക്രിയേറ്റീവ് ചൈൽഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രിയേറ്റീവ് ചൈൽഡ്? ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് വൺ ഹു ഹാസ് ഗോട്ട് an ability to create, discover or produce a new idea or object, including the rearrangement or reshaping of what is already known to him. അതാണ് ക്രിയേറ്റീവ് ചൈൽഡ്. ദെൻ ഡെഫിനേഷൻ ഓഫ് ക്രിയേറ്റീവ് ചൈൽഡ് അക്കോർഡിംഗ് ടു സ്കിന്നർ, എ ക്രിയേറ്റീവ് തിങ്കർ ഈസ് വൺ ഹു എക്സ്പ്ലോർസ് ന്യൂ ഐഡിയാസ് ആൻഡ് മേക്സ് ന്യൂ ഒബ്സർവേഷൻ, ന്യൂ പ്രഡിക്ഷൻ ആൻഡ് ന്യൂ ഇൻഫറൻസസ്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്രിയേറ്റീവ് ചിൽഡ്രൻ? ഏകദേശം 10-15ഓളം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ, അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയാത്തൊരു പോയിൻ്റാണ് ടോറൻസ് ടെസ്റ്റ്. അതുപോലെ മിനസോട്ട ടെസ്റ്റ് ടൈലർ ആൻഡ് ഫ്രാൻസിൻ്റെ ഓൺലൈനിൽ ലഭ്യമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ നിങ്ങളത് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാർട്ട് ഈസ് റോൾ ഓഫ് ദ ടീച്ചർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ 3 അഡീഷണൽ പോയിന്റും കൂടെ ചേർത്ത് എഴുതുക. ട്രസ്റ്റ് ദ പ്രോസസ്, ക്വസ്റ്റ്യൻ എവരിത്തിങ്, മേക്ക് ഇറ്റ് ഫണ്ണി. ദെൻ ലാസ്റ്റ് വൺ, സ്പെഷ്യൽ ടെക്നിക്സ് ഫോർ ഫോസ്റ്ററിങ് ഒറിജിനാലിറ്റി. 3 പോയിന്റ്: ഇലാബറേഷൻ, ബ്രെയിൻ സ്റ്റോമിങ്, സിനറ്റിക്സ്. താങ്ക് യു.